ഹലോ ഓൾ, JEE എക്സാമിന് ഒരു കുട്ടിയുടെ റിസൾട്ട് ആവറേജിൽ നിന്നും എക്സലൻറ്റിൽ എത്താൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എക്സാം പ്രാക്ടീസ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്ത കോച്ചിങ്ങിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ആൻഡ് ലാസ്റ്റ് 2 മാസത്തിൽ നമ്മുടെ ഫുൾ ഫോക്കസ് മോക്ക് എക്സാമിനേഷൻസിനായിരിക്കണം. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന 3 മണിക്കൂർ നീളമുള്ള എക്സാമിനേഷൻസിനായിരിക്കാം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതില്ലാത്തതാണ് പല കുട്ടികൾക്കും ഫൈനൽ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസിലൊന്ന്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ആക്ച്വലി എന്താണ്, എക്സാം എഴുതാൻ മടിയാണ് അല്ലെങ്കിൽ പേടിയാണ്. അവർ മുഴുവൻ പഠിച്ചിട്ടില്ല, എക്സാം എഴുതി കഴിഞ്ഞാൽ റാങ്കിൽ താഴെയായിരിക്കും, ലിസ്റ്റിൽ താഴെയായിരിക്കും, സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് പഠിച്ചിട്ട് എക്സാം എഴുതാതിരിക്കും. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സാമിനേഷൻസ് എഴുതുന്നത്, മോക്ക് എക്സാമിനേഷൻസ് എഴുതുന്നത് എപ്പോഴും റാങ്ക് 1 വരാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം എഴുതണം. അത് നിങ്ങൾ മുഴുവൻ പഠിച്ച് പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഏത് ലെവലിലാണോ എത്തിയത് ആ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന ലാസ്റ്റ് 2 മാസം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് XNY ലേണിംഗ് JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു 2 മാസങ്ങൾക്ക് മുന്നേ. കുട്ടികൾക്ക് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ പ്രാക്ടീസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓൾ ഇന്ത്യ ലെവൽ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് എക്സാമിനേഷൻസ് എഴുതാനും, ആൻഡ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് എത്ര എക്സാമിനേഷൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ അത് സെപ്റ്റംബർ 22 മുതൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു. പാർട്ട് വൈസ് ആയിട്ടുള്ള മിനി മോഡൽ എക്സാമിനേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എന്താണ്, നമുക്ക് +1 ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടൊരു എക്സാം ഉണ്ട്, +2 സിലബസ് ബേസ് ചെയ്തിട്ട് എക്സാം ഉണ്ട്, ഫുൾ സിലബസ് കവർ ചെയ്യുന്ന എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് എക്സാം എഴുതുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആക്ച്വലി 80,000+ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിങ് PYQs. ഈ 80,000+ ക്വസ്റ്റ്യൻസിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ ഇഷ്ടമുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എക്സാം എഴുതുന്ന കംപ്ലീറ്റ് എക്സ്പീരിയൻസും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതും അഡാപ്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ കറക്റ്റ് ആക്കുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് പോവുകയും ചെയ്യും. ഇനി നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്ത് വരികയും ചെയ്യും. ഇതിൻ്റെ ഒരു റിപ്പോർട്ട്, പ്രാക്ടീസ് എക്സാമിന് ശേഷമുള്ള ഒരു പ്രോപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രാക്ടീസ് എക്സാമിന് നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു AI ജനറേറ്റഡ് അസൈൻമെൻറ്റും ഈ ഒരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അയച്ചു തരും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് റീട്രൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഇനി നമ്മുടെ ടെസ്റ്റ് ഷെഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഇതുവരെ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഒരുപാട് എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ JEEയുടെ സെഷൻ 1നും സെഷൻ 2നും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഏപ്രിൽ വരെ ആണ് നമ്മുടെ ടോട്ടൽ എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കാം. അതിൽ 20 എക്സാമിനേഷൻസ് ആണ് ടോട്ടലി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി 6 എക്സാമിനേഷൻസോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഈ 6 എക്സാമിനേഷൻസ് നമ്മൾ വീണ്ടും എഴുതാനുള്ളൊരു അവസരം കൂടെ തരുന്നതാണ്, ഒന്നുകൂടെ ഷെഡ്യൂൾ ചെയ്ത് തരുന്നതാണ്. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ആൻഡ് മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് തന്നെ എത്ര എക്സാമിനേഷൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഈ പ്രാക്ടീസ് സെഷൻസും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും കൂടാതെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് JEE ലെവലിൽ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ആ ലെവൽ എക്സാമിനേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് എക്സാം വരെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. ഇത് മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഏർലി ആയിട്ട് ജോയിൻ ചെയ്ത, സെപ്റ്റംബറിന് മുന്നേ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ 2,500 rupees ഒക്കെ അടച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനൊരു അഗെയിൻ ഫർദർ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുകയാണ്. ഈ ഒരു നവംബറിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക്, നവംബർ 30-നുള്ളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മെയ് വരെ നമ്മൾ ഇതിൻ്റെ ആക്സസ് തരുന്നതാണ്. നിങ്ങളുടെ കീം എക്സാം കംപ്ലീറ്റ് ആകുന്നത് വരെ, നീറ്റ് എക്സാം കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആക്സസ് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറും 2,000 rupeesന് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം. അടുത്ത 6-7 മാസത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കും. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷൻസും, JEE നീറ്റ് കീം മാത്രമല്ല, VAT ആവട്ടെ, IAT ആവട്ടെ, JEE അഡ്വാൻസ്ഡ് എക്സാം ആവട്ടെ, അതുപോലെ എല്ലാ എക്സാമിനേഷൻസിനും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ടൂൾ തന്നെ ആയിരിക്കും JEE സ്പ്രിൻ്റ് എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും പേയ്മെൻറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ബ്രോഷറിൻ്റെ ലിങ്ക്, ഈ ടെസ്റ്റ് സീരീസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ, എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. സോ നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മുടെ ബാക്കിയുള്ള എക്സാമുകളുടെ പാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും certain നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവറേജ് ലെവലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഉയരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസൾട്ടിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ JEE ആസ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റായിട്ട്